എനിക്കൊരു 17-18 വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ ജിമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വിചാരിച്ച് നിൽക്കുന്ന ടൈമിൽ ഞാൻ എല്ലായിടത്തു നിന്നും കേട്ടിരുന്ന ഒരു അഡ്വൈസാണ്, എൻ്റെ ഒരു ചിന്താഗതിയായിരുന്നു എന്ത്, ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി നല്ല ബോഡിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഗേൾസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും അല്ലേ, മേക്ക് മണി, അതേപോലെ ബിൽഡ് എ ബോഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇറ്റ് വിൽ അട്രാക്റ്റ് ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി മ്യൂസിക് വെച്ചുകൊണ്ടുള്ള റീൽസൊക്കെ നമ്മൾ കാണും. അപ്പോൾ ആക്ച്വലി നമ്മൾ ജിമ്മിൽ പോയാൽ നമുക്ക് ഗേൾസിന് അത് ഇഷ്ടമാണോ, ഗേൾസിന് മസിൽസ് ഇഷ്ടമാണോ? ഇഫ് യു ആസ്ക് മീ ദാറ്റ്, എൻ്റെ ഒരു കുറച്ച് കൊല്ലം മുമ്പത്തെ ബിലീഫ് അതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ബിലീഫിന് വ്യത്യാസമുണ്ട്. ആൻഡ് ഇഫ് യു ആസ്ക് മീ നൗ, ഞാൻ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ യെസ് ബട്ട് നോ. കൺഫ്യൂസ്ഡ് ആയോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അക്കോർഡിംഗ് ടു സ്റ്റഡീസ് ഷോ ചെയ്യുന്നൊരു സംഭവമാണ്, വുമൻ ആർ അട്രാക്റ്റഡ് ടു ദ ടൈപ്പ് ഓഫ് ഫിസിക് വിച്ച് റിസംബിൾസ് ദ ഹണ്ടർ ഗ്യാദറർ. പണ്ട് കാലത്തെ ഹണ്ടർ ഗ്യാദറേഴ്സിൻ്റെ, അതിലെ മെയിൽസിൻ്റെ ഒരു ഏകദേശം ഒരു ബോഡി ഷേപ്പ് കാണിക്കുന്ന രീതിയിലുള്ള അതിൻ്റെ കുറച്ചുകൂടി എൻഹാൻസ്ഡ് ഫോം ആണെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു ടൈപ്പ് ഫിസിക്കാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് ഗേൾസിന് തോന്നുക, അല്ലെങ്കിൽ വുമണിന് തോന്നിയിട്ടുള്ളത് ആസ് പെർ സ്റ്റഡീസ്. അതെങ്ങനത്തെ ഫിസിക്കാന്നല്ലേ? വൈഡ് ഷോൾഡേഴ്സ്, നാരോ വേസ്റ്റ്, വൈഡ് ബാക്ക്. ആ ഒരു ഷോൾഡർ ടു വേസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ റേഷ്യോ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഷോൾഡർ ഏകദേശം ഒരു 1.6 ടു ദ വേസ്റ്റ് 1 ആണെന്നുണ്ടെങ്കിൽ ഷോൾഡർ ഒരു 1.6 എന്നുള്ള രീതിയിലുള്ള ഈ ഒരു റേഷ്യോ. നമ്മൾ കോമൺ ആൾക്കാരെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള സാധാ ആൾക്കാരെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 20+ to 30 ആ ഒരു ലെവലിലുള്ള ആൾക്കാരെ എടുത്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും അതാണല്ലോ നമ്മളെ ഈ ചെറുപ്പക്കാരെന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഷേപ്പായിരിക്കും. അതായത് വേസ്റ്റിൻ്റെ റേഷ്യോ കൂടുതലും ഷോൾഡറിൻ്റെ റേഷ്യോ കുറവായിരിക്കും. ഇതുവരെ ഒന്നും ട്രെയിൻ ചെയ്തിട്ടുണ്ടാവില്ല, സ്ട്രെങ്തൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത്ലറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റി ഒന്നും അധികം ചെയ്തിട്ടുണ്ടാവില്ല, ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ വയറ് ഇങ്ങനെ കയറും, വയറടിക്ക് കൂടുതൽ വീതി ഉണ്ടാവും, അതുപോലെ ഷോൾഡർ നാരോ ആയിരിക്കും. അപ്പോൾ എക്സാക്ട്ലി അതിൻ്റെ ഓപ്പോസിറ്റാണ് ഏറ്റവും അട്രാക്റ്റീവായ ഫിസിക്ക്. അതേസമയം നമ്മൾ ബോഡി ബിൽഡേഴ്സിൻ്റെ ഫിസിക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ക്രിസ് ബംസ്റ്റഡ് അല്ലെങ്കിൽ അർണോൾഡ് അല്ലെങ്കിൽ റോണി കോൾമാൻ, ഇങ്ങനെ പല ആൾക്കാരും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ബാഡാണെന്നോ അല്ലെങ്കിൽ അത് ചെയ്യരുതെന്നോ അല്ല. ഇൻ റെസ്പെക്റ്റ് ഓഫ് ദാറ്റ് പ്രൊഫഷൻ, ഓല് ചെയ്യുന്ന പ്രൊഫഷനിൽ ടോപ്പ് ടയറിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഓല്. അപ്പോൾ അതിൽ സക്സസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവണം, അതുപോലെ കരിയർ, അതുപോലെ ഗോള്. പക്ഷെ അതേസമയം ഒരു കോമൺ മാനിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗേൾസിന് അട്രാക്റ്റീവായി തോന്നുന്നത് ഈ ഒരു ഹണ്ടർ ഗ്യാദറർ ടൈപ്പ് ഫിസിക്കാണ്, അല്ലാതെ ഭയങ്കര ബൾക്കി ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡർ എന്നുള്ളതല്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ ഞാൻ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ബോഡി ബിൽഡർ മാതിരി ആവുമോ, അപ്പോൾ ജിമ്മിൽ പോകാതെക്കണോ എന്നുള്ളത്. സാധാരണ ഒരാൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ, നോർമലി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡി ബിൽഡർ രീതിക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ചെങ്ങാനും നല്ല പണി. ഒന്നാമത് നമ്മൾ ഈ കോമ്പീറ്റ് ചെയ്യുന്ന നമ്മൾ ഈ കാണുന്ന വലിയ ആൾക്കാർ എൻഹാൻസ്ഡ് ആൾക്കാരാണ്. ഈവൻ എന്തോ നാച്ചുറലും അത്യാവശ്യം നല്ല ഹെവി ബോഡിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആ ലെവലിക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ജിമ്മിൽ പോയരുത്, ആ ലെവലിക്ക് എത്തുന്നില്ല. ആ ജിമ്മിക്ക് പോയിട്ട് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ട്രെയിൻ ചെയ്ത് അതിനുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തി ഒരുപാട് വർഷങ്ങൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് 5, 6, 7, 8 വർഷങ്ങളൊക്കെ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് കുറച്ചെങ്കിലും ലെവലിലേക്ക് ആൾക്കാർ എത്തുന്നത്. എന്നിട്ട് അവിടുന്ന് എൻഹാൻസ് ചെയ്യുമ്പോഴാണ് ഒരുവിധ ആൾക്കാരും ആ ഒരു ബിഗ് ബോയ് ലെവലിലേക്ക് എത്തുന്നത്. നാച്ചുറലി ഇതിലുള്ള വളരെ റെയർ ആൾക്കാർ, ഞാൻ പറയുന്നു എക്സ്ട്രീംലി അടിപൊളി ജെനറ്റിക്സ് ഉള്ള അല്ലെങ്കിൽ ബോഡി ബിൽഡിങ്ങിന് പറ്റിയ ജെനറ്റിക്സ് ഉള്ള ആൾക്കാരെ അത്യാവശ്യം ഹെവി ലെവലിക്ക് മസിൽ ബിൽഡിംഗ് ഒക്കെ നടത്തിയാണ് മുമ്പോട്ട് പോകുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ജിമ്മിൽ പോയി എന്ന് കരുതി ഒരിക്കലും നമ്മളെ ബോഡി വലിയ ആളമാതിരി ഒന്നാവില്ല, അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഹണ്ടർ ഗ്യാദറർ ഫിസിക്ക് എന്ന് പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത്ലറ്റാളെ ഫിസിക്കുകൾ നോക്കിയാൽ മതി. നമ്മളെ റൊണാൾഡോൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ നോവാലൈൽസിനെ അറിയോ? ഇപ്പോൾ അടുത്ത് 200-ലും 100-ലൊക്കെ ഷൈൻ ചെയ്യുന്ന ആളാണ്. നമ്മളെ പണ്ടത്തെ ഉസൈൻ ബോൾട്ടിൻ്റെ മാതിരി ആ സ്പീഡൊന്നും ഇല്ല, പക്ഷെ എന്നാലും അടിപൊളി ചങ്ങയാണ് നോവാലൈൽസ്. ഓൻ്റെ ബോഡി അടിപൊളിയാണ്. അതുപോലെ തന്നെ അതർ സ്പ്രിൻറ്റേഴ്സിൻ്റെ ഒക്കെ ബോഡി നോക്കിയാൽ, അല്ലെങ്കിൽ സ്വിമ്മേഴ്സ്, അല്ലെങ്കിൽ UFC ഫൈറ്റേഴ്സ്, ഇങ്ങനെ പല ആൾക്കാരുടെ ബോഡി നോക്കി കഴിഞ്ഞാൽ ഇവരൊന്നും ഭയങ്കര ബിഗ് ആൻഡ് ബൾക്കി അല്ല, ഭയങ്കര പഫിയോ അങ്ങനെയൊന്നും അല്ല. സ്ട്രോങ് ആയിരിക്കും, ലീനായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഷോൾഡർ ടു വേസ്റ്റ് റേഷ്യോ നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ ഇതിനെ സൂപ്പർ ഹീറോ ഫിസിക്ക് എന്ന് പറയുന്നുണ്ട്, മൂവി സ്റ്റാർ ഫിസിക്ക് എന്ന് പറയുന്നുണ്ട്, ആസ്തറ്റിക് ഫിസിക്ക് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇപ്പോൾ ജിമ്മിൽ പോകുന്നത്, എന്തിനാണ് നല്ലൊരു ബോഡിയൊക്കെ ബിൽഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും ഓൺലൈനായിട്ട്, ഇപ്പോൾ ഞാനൊരു ഇൻഫ്ലുവൻസറാണ്, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബോഡിയൊക്കെ കാണിച്ചുകൊണ്ട് ഒരുപാട് ഫോളോവേഴ്സിനൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇതിന് മുമ്പൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, ഇപ്പോൾ ഞാൻ അധികം അങ്ങനെ ചെയ്യലില്ല. ഐ എം എ മുസ്ലിം ആൻഡ് എനിക്ക് എൻ്റെ ഔറത്ത് അങ്ങനെ വെളിവാക്കാം, പബ്ലിക്കായിട്ട് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല, എൻ്റെ പെർസ്പെക്റ്റീവാണ്. പക്ഷേ ഞാൻ സ്റ്റിൽ ഇതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലേ കണ്ടാണ് കാണുന്നത്. ഞാൻ ഒരിക്കലും ഒരു ഗേൾസിനെ കിട്ടാനോ അല്ലെങ്കിൽ വേറൊരാളെ മുമ്പിൽ ഇങ്ങനെ കാണിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നല്ല. ഇത് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാണ്. എനിക്കിങ്ങനെ ചെയ്യണ ഇഷ്ടമാണ്, എനിക്ക് എൻ്റെ ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണം.
എനിക്കങ്ങനെ ഓൺലൈനിൽ അതേപോലെ തന്നെ ഈ ഡേറ്റിംഗ് ആപ്പിലൊക്കെ ശരിക്കും നല്ല രീതിയിൽ റിസൾട്ട് കൂടും. എങ്ങനെ നല്ല രീതിയിൽ ഷ്രെഡഡ് ആയിട്ടുള്ള നല്ല ഈ ടൈപ്പ് ബോഡിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ അതിന് വേണ്ടിയൊന്നല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെന്താ അതുകൊണ്ടുള്ള ഉപകാരം? അതായത് ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ നമ്മളെ സ്റ്റോറിയിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ പോസ്റ്റ് ഇട്ടാണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഷൈൻ ചെയ്യാനല്ലാതെ വേറെന്താ അതുകൊണ്ടുള്ള ഉപകാരം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇഷ്ടം പോലെ ഉപകാരമുണ്ട്. ബോയ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മെന്നെ സംബന്ധിച്ച് ആ ഒരു ടൈപ്പർ ആണ് അതിന് പറയുക, ടൈപ്പർ ഫിസിക്ക് എന്നുള്ളത്. ഷോൾഡറിൻ്റെ വൈഡ് ഷോൾഡേഴ്സും നാരോ വേസ്റ്റും. ഗേൾസിനെ സംബന്ധിച്ച് ഓരോരു ബോഡി ഷേപ്പിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് വരിക ഹവർ ഗ്ലാസ് ഷേപ്പ്, ആ ഒരു നമ്മൾ മറ്റേ ടൈം നോക്കുന്ന സാധനം ഉണ്ടല്ലോ, നേരെ ഇങ്ങനെ തിരിച്ചു വെക്കും, അങ്ങനെ അവർ ഗ്ലാസ് ഷേപ്പാണ്. അതൊന്നും ഞാൻ വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാളെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫ് ചെയ്യാനോ വേണ്ടിയിട്ട് അല്ലാതെയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ സെൽഫ് കോൺഫിഡൻസ് കൂടും. നിങ്ങളിതുവരെ ഷേപ്പില്ലാത്തൊക്കെ ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെന്ന് വലിയ ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ, ഡ്രസ്സൊന്നും ഫിറ്റ് ആവാത്ത ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പിന്നീട് ഫിറ്റ് ആവുമ്പോൾ നിങ്ങളൊരു ടൈപ്പർ ഫിസിക്ക് അല്ലെങ്കിൽ നല്ലൊരു ഷേപ്പിലേക്ക് മാറുമ്പോൾ പിന്നെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഫിറ്റ് ആകുന്നു. പിന്നൊക്കെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയത്തിലുള്ള ഏതൊരു ഡ്രസ്സ് ഇട്ടാലും എനിക്ക് പെട്ടെന്ന് ഫിറ്റ് ആവും. പക്ഷെ പണ്ട് ഞാൻ 8ലും 10ലൊക്കെ പഠിക്കുന്ന ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സൈസ് കിട്ടാൻ ഭയങ്കര പണിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പല ഡ്രസ്സും ഉണ്ടാകും, പക്ഷേ സൈസ് കിട്ടാൻ ഭയങ്കര പണിയാണ്. ഈവൻ ദോ ഞാൻ +2 എത്തിയിട്ട് അത്യാവശ്യം ഗ്രോ ചെയ്തിട്ട് പോലും ആ ഒരു ഷോൾഡറും കാര്യങ്ങളൊന്നും ബിൽഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കും. അതുപോലെ ഈ ട്രാപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ മര്യാദക്ക് നിൽക്കില്ല. അതുപോലെ തന്നെ ഫിറ്റായി കഴിഞ്ഞാൽ ഫോർമൽ ഡ്രസ്സ് ടക്കിനൊക്കെ ചെയ്താണ്ട് ഇടണമെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസിപ്ലിൻ ഇമ്പ്രൂവ് ആവും. ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇതിൻ്റെ ഒരു ബെനിഫിറ്റിൻ്റെ കേസിൽ. ഇപ്പോൾ ഞങ്ങൾ CA ഇൻ്ററിൽ പഠിക്കുന്ന ടൈമിൽ ഒരു സാർ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എല്ലാ സാറുമാരും നോക്കുമ്പോൾ നമ്മൾ നോർമലി പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരൊക്കെ എങ്ങനത്തെ ആൾക്കാരായിരിക്കും കൂടുതലും ഈ ഫിറ്റ്നസ്സിലോ അല്ലെങ്കിൽ ഷേപ്പിനോ അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിനൊന്നും ഭയങ്കര ഒരു പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല. ഓരോരോ ഫോർമൽ രീതിയിൽ ഇൻസൈഡൊക്കെ ആക്കിയിട്ട് വരും. പക്ഷേ അവർക്കൊരു അങ്ങനെ നല്ലൊരു ബോഡി ടൈപ്പ് ഒന്നും ഇല്ല. അധികം ഒരു ഡാഡ് ബോഡി ടൈപ്പ് ബോഡി ആയിക്കരം, കുറച്ച് വയറൊക്കെ ചാടിയിട്ട് ആ ഒരു ടൈപ്പ് ആയിക്കരം. നമ്മൾ മലയാളികളെ മെയിൻ ഇൻസൈഡ് ആക്കൽ, പണ്ടത്തെ ആൾക്കാർ ഇൻസൈഡ് ആക്കൽ അങ്ങനെയാണ്, ടക്കിൻ ചെയ്യൽ, ആ ഒരു ബെൽറ്റിൻ്റെ പുറത്തേക്ക് വയർ ചാടിയിട്ട് ആ പയമ്പൊരിക്ക് ഡബ്ബറിട്ട മാതിരി. പക്ഷേ ഈ ഒരു സാറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, പേര് ഞാൻ പറയണില്ല, മൂപ്പര് ജിമ്മിൽ പോകുന്ന ആളാണ്, ട്രെയിൻ ചെയ്യുന്ന ആളാണ്, അതേപോലെ തന്നെ മൊയ്ത്തായി ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ എനിക്കിഷ്ടപ്പെട്ട കുറേ സംഭവങ്ങൾ ചെയ്യേണ്ടിവരും. ബുക്ക് വായിക്കലും നോൺ ഫിക്ഷൻ വായിക്കലും അതുപോലത്തെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഹാബിറ്റുകളൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു സാറ്. അങ്ങനെ ആൾക്കാർ ഞാൻ ഭയങ്കര റയറായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് മൂപ്പര് ടക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നീറ്റേക്കാരം. ഡ്രസ്സിലൊന്നും ഭയങ്കര എന്താ പറയുക, കുറേ ജ്വല്ലറിയും അതും ഇതൊക്കെ ആഡ് ചെയ്ത് എക്സ്പെൻസീവായ ഡ്രസ്സും അങ്ങനെയൊന്നുമല്ല, പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ട് വരിക. പക്ഷേ ടക്കിങ് ചെയ്താണ്ട് ആ ഒരു വാച്ചും ആ ഒരു ഷൂ ഒക്കെ ഇട്ട് വരുമ്പോൾ സാധാരണ സാറുമാരെക്കാട്ടും ഒന്നുകൂടി സ്റ്റാൻഡ് ഔട്ടായി നിൽക്കും. കാരണം എന്താണ്, ആ ഒരു ബോഡി ഷേപ്പ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുത്തുകൊണ്ടുള്ള കാരണം. എന്നിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഞങ്ങളെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ് സാറുമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ സാറിന് ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു എല്ലാവർക്കും ഭയങ്കര താല്പര്യം. മൂപ്പര് സൈക്കോളജിക്കലി ആ ഒരു ബുക്കുകളും കാര്യങ്ങളൊക്കെ വായിച്ചാണ് മൂപ്പർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയാം. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസത്തെ ടെക്നിക്സ് കാര്യങ്ങൾ മൂപ്പര് യൂസ് ചെയ്യലുണ്ട്. മറ്റുള്ളവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാൻ, നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാനുള്ള പല സ്ട്രാറ്റജീസും മാനിപ്പുലേഷൻ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൂപ്പര് യൂസ് ചെയ്യണൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ കാര്യം. പക്ഷെ അതല്ലാതെ ഏറ്റവും മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മൂപ്പരെ ലുക്ക് ഭയങ്കര രീതിയിൽ ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്തതാണ്. ഭയങ്കര ഭംഗിയുള്ള ചങ്ങായി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നീറ്റ് ഫിറ്റ്. ഇപ്പോൾ ഒരു ഫിറ്റായ ആളെ സംബന്ധിച്ച് ഷർട്ടൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഫോർ ആംസ് നല്ല രീതിയിൽ കാണും, ഇവിടുത്തെ മസിലും വേറെ എടുത്ത് കാണും. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ വെയ്സ്റ്റ് നമ്മൾ ടക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വയർ ചാടിയ ആളാണെന്നുണ്ടെങ്കിൽ അതും എടുത്ത് കാണും, അല്ല നല്ല നാരോ ആയിട്ടുള്ള വേസ്റ്റ് ആണെങ്കിൽ അതും എടുത്ത് കാണും. ഷോൾഡർ വൈഡ് ആണെന്നുണ്ടെങ്കിൽ അതും എടുത്ത് കാണും, അത് നാരോ ആണെങ്കിൽ അതും എടുത്ത് കാണും. അപ്പോൾ ആ ഒരു സംഭവമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യാസമായി തോന്നിയത്. എല്ലാവർക്കും മൂപ്പർക്ക് ട്രീറ്റ് കൊടുക്കാൻ, മൂപ്പർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ, കേക്ക് വാങ്ങിക്കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. ബാക്കിയുള്ളവരൊക്കെ ഓട്ടെ സാറൊന്നും വലിയ ബാക്കിയുള്ളവരൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചൊക്കെ പോയിക്കണ്. പക്ഷേ നമ്മൾ ആ ഒരു കാണുന്ന ആ ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ, വേറെ ആളെ കാണുന്ന പെർസെപ്ഷൻ, അത് ശരിക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ ലുക്കിംഗ് ഗുഡ് ആണെങ്കിലും ലുക്കിംഗ് ബാഡ് ആണെങ്കിലും ശരിക്കും നമ്മളെ രണ്ട് രീതിയിലാണ് ആൾക്കാർ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് പല ഇതിലും ഉപകാരപ്പെടും. ഇപ്പോൾ നിങ്ങൾ ആക്ച്വലി നല്ല ട്രെയിൻ ചെയ്താണ്, നല്ല ബോഡിയൊക്കെ, ബോഡി ബിൽഡർ അല്ല, നല്ലൊരു ബോഡി, അസ്തെറ്റിക് ആയിട്ടുള്ള ബോഡിയൊക്കെ ഉണ്ടാക്കിയ ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 30 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു 10 ആൾക്കാർക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 7, 8 അല്ലെങ്കിൽ ഒരു 9 ആളും അല്ലെങ്കിൽ ഒരു 8 ആൾ വരെ 8 ആളും ഔട്ട് ഓഫ് ഷേപ്പ് ആയിക്കാരം. ആകെ 2 ആളൊക്കെ ചിലപ്പോൾ അതിൽ ഫിറ്റ് ഉണ്ടാവുള്ളൂ, നല്ല ഈ ഒരു ടൈപ്പ് ആസ്തെറ്റിക് ബോഡി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഡ്രസ്സ് തുറന്ന് കണ്ട് കാണിക്കുക, അല്ലെങ്കിൽ ഓൺലൈനിൽ ഫോട്ടോ എടുത്ത് കണ്ട് കാണിക്കുക, നിങ്ങൾ 6 പാക്ക് കാണിക്കുക, അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ പറയില്ല. അല്ലാതെ തന്നെ ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റും.
അല്ലാതെ തന്നെ ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. ജസ്റ്റ് നല്ല രീതിയിൽ നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ ഒരു ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ കുറച്ച് ഫൺ ഫാക്റ്റുകൾ പറഞ്ഞുതരാം. ഇഫ് യു ലുക്ക് അട്രാക്റ്റീവ്, ഇഫ് യു ആർ അസ്തെറ്റിക്, യു വിൽ ഗെറ്റ് മോർ റെസ്പെക്റ്റ്, പീപ്പിൾ വിൽ റെസ്പെക്റ്റ് യു മോർ. ആ ഒരു സംഭവമാണ്. ഞങ്ങൾ സാറിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇഫ് യു ലുക്ക് ഗുഡ് യു ഫീൽ ഗുഡ്. നിങ്ങളെ സ്വന്തം ഉള്ളിലുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ നല്ല ബോഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ലുക്ക് ഗുഡ് യു ഫീൽ ഗുഡ്, ഇഫ് യു ലുക്ക് അഗ്ലി യു വിൽ ഫീൽ അഗ്ലി, അല്ലെങ്കിൽ യു വിൽ ഫീൽ ബാഡ്. അത് ഈ രണ്ട് ഇതിലും ഞാൻ കടന്നുകണ്. കാരണം ഞാൻ ആ ആക്നെ സ്റ്റേജിലൊക്കെ എനിക്ക് കണ്ണാടി നോക്കാൻ തോന്നാത്തൊരു ടൈമായിരുന്നു. അതുപോലെ തന്നെ യു വിൽ ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഈവൻ ജോബ് ഇൻ്റർവ്യൂസിലാണെങ്കിലും സ്കൂളിൽ ടീച്ചർമാർ ട്രീറ്റ് ചെയ്യണത് വരെ അതിൽ മാറ്റം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഈ വളർന്നു വരുന്ന ജനറേഷനോട് എനിക്ക് പറയാനുള്ള അഡ്വൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കുണ്ടായിരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഇത് വേറെ ആൾക്കാരെ കാണിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഗേൾസിനെ കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അതിന് പറ്റിയൊരു വേറൊരു എക്സാമ്പിളാണ്. നമ്മൾ പോലീസിൽ കയറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർമിയിൽ കയറാൻ വേണ്ടിയിട്ട് നേവിയിൽ കയറാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്ത് നമ്മൾ ഷേപ്പിലാവുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നല്ല സാലറി, നല്ല ഫണ്ട്, പിന്നെ വലിയ ട്രെയിനിങ്ങും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എന്താണ്, സേഫാണ്, ഗവൺമെൻറ് ജോബാണ്, റിട്ടയർമെൻറ്റ് ജോബ്, പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ല ആനുകൂല്യങ്ങളുള്ള. അപ്പോൾ ആൾക്കാർ എന്തായി അവിടെ കഴിഞ്ഞു. പിന്നെ ഓലിങ്ങനെ ഫാറ്റ് ആവണു, അല്ലെങ്കിൽ ഓല് വലിയ, ഞാൻ ഇല്ല എന്നല്ല പറയണത്, ആർമിയിലോ ഫോഴ്സിലോ എല്ലാവരും മോശമാണെന്നല്ല, പക്ഷെ അവിടെ ഉണ്ട് കുറേ ആൾക്കാർ എന്ത് ചെയ്യണേ, അതിൽ കയറി പറ്റാൻ വേണ്ടി നല്ലോണം കഷ്ടപ്പെടും. കാരണം ഞാൻ ഓടാൻ പോകുന്ന ആളാണ്. ഓടാൻ പോകുമ്പോൾ ഞാൻ ഈ ഒരു ആർമിയുടെ ഫോഴ്സിക്കും ഇതിലൊക്കെ ട്രെയിനിങ് ചെയ്യുന്ന ചെറുക്കന്മാരുണ്ട്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അത് സംഭവം എന്നുള്ളത്. അതിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് ഇവർ നല്ലോണം ട്രെയിൻ ചെയ്യും. കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു കംഫർട്ടബിൾ ലൈഫായി. അപ്പോൾ നമ്മളിത് ഗേൾസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബോഡിയൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പാർട്ണറൊക്കെ നമ്മളെ ലൈഫിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കംഫർട്ടബിളായി. പിന്നെ എന്തിനാണ് നമ്മൾ ജിമ്മിൽ പോകേണ്ട ആവശ്യം? എനിക്ക് നല്ലൊരു ഭംഗിയുള്ള ആളെ പാർട്ണറായി കണ്ട് കിട്ടി, ഇനിയിപ്പോൾ എനിക്ക് വീട്ടിൽ നിന്നാൽ പോരെ എന്നുള്ളൊരു ചിന്തയ്ക്കാരം. അപ്പോൾ എപ്പോഴും ഫിറ്റ്നസ് അല്ലെങ്കിൽ ഷേപ്പ് ആവുക അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആവുക എന്നുള്ളതൊക്കെ ഉള്ളത് നമ്മൾ അവനാന് വേണ്ടി ചെയ്യുക. അവനാൻ്റെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ, അവനാൻ്റെ ഡിസിപ്ലിൻ. ഒരു ആളെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഫിറ്റായിട്ടുള്ളൊരു ഹാഫ് കൈ ഷർട്ട് ഇട്ടിട്ടുള്ളത്, ഇവിടെ മസിലൊക്കെ നല്ല രീതിയിൽ ഭയങ്കര ബിഗ് എന്നല്ല, ഫിറ്റായിട്ട് കാണുന്നത്, അവിടെ ലീൻ ആയതുകൊണ്ട് നരമ്പൊക്കെ കാണുന്നുണ്ട്, ബൈസെപ്സിലൊക്കെ നരമ്പൊക്കെ കാണുന്നുണ്ട്, ഇവിടെയൊക്കെ ഭയങ്കര ഫിറ്റാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുമ്പോൾ ഡിസിപ്ലിൻ ഉള്ള ഒരാളാണെന്നുള്ളത്. കാരണം ഡിസിപ്ലിൻ ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ഫിറ്റായി നിൽക്കണമെന്നുണ്ടെങ്കിൽ, ലീനായി നിൽക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ആക്ച്വലി ആബ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, 6 പാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കയ്യുമ്മലും അതുപോലെ തന്നെ മുഖത്തൊക്കെ ഏകദേശം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും മുഖത്തുനിന്ന്. അത് ഈ ഫിറ്റ്നസ് ഫീൽഡിലുള്ളവർക്ക് അറിയുണ്ടാവും. എത്രത്തോളം ലീനാവുന്നോ അത്രത്തോളം നമുക്ക് ഇവിടെ നിന്നും, അതുപോലെ തന്നെ എത്രത്തോളം ഇവിടെ ചിഹ്നങ്ങൾ താഴത്തൊക്കെ ഉണ്ട്, ഇവിടെ നെർവ്സ് കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഏകദേശം അയാൾക്ക് 6 പാക്ക് ഉണ്ട്, അയാൾ ഫിറ്റാണോ ലീനാണോ, എത്ര പെർസെൻറ്റേജ് ഏകദേശം ബോഡി ഫാറ്റ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഏകദേശം. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ അവർക്ക് മനസ്സിലാവും ഇവൻ ഡിസിപ്ലിനുള്ള ആളാണ്. കാരണം ഇങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ ഷുഗറും കാര്യങ്ങളും ബാഡ് ഫുഡുകളൊക്കെ കട്ട് ചെയ്ത് നിൽക്കേണ്ടി വരും, സ്ലീപ്പിന് പ്രാധാന്യം കൊടുക്കേണ്ടി വരും, അവനാൻ്റെ ബോഡി അവനാൻ കൺട്രോൾ ചെയ്യേണ്ടി വരും. റൈറ്റ്. ഇപ്പോൾ ബിസിനസ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം, അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വയ്ക്കണം. നമുക്ക് നമ്മളെ മുകളിലൊരു കൺട്രോൾ ഉണ്ടാവണം. ഇപ്പോൾ ഒരു നോർമൽ ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് രാവിലെ എണീറ്റാണ്ട് ചിലപ്പോൾ സ്കൂളോ അല്ലെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വേണ്ടി വരും. ഓൽക്കൊരു റൂട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇല്ലേ നോല് കഴിഞ്ഞു, ഓല് വെറും സ്ക്രോളിങ്ങും കാര്യങ്ങളുള്ളൂ. പിന്നെ സംബന്ധിച്ച് എനിക്ക് കുറേ മുമ്പ് തൊട്ട് ഫ്രം എ വെരി യങ് ഏജ് എനിക്കൊക്കെ ഒറ്റയ്ക്ക് ചെയ്യണം ഇഷ്ടം. ഈവൻ അവിടെ സ്കൂളില്ലാന്നുണ്ടെങ്കിലും അവിടെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും അവിടെ ഒരു 9 മണിക്ക് ഒരു ക്ലാസ് ഇല്ല, അല്ലെങ്കിൽ 9 മണിക്ക് ഓഫീസ് തുടങ്ങില്ല, ഒന്നില്ലെങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കും, ഞാൻ അതിന് സ്റ്റിക്ക് ചെയ്യുകയും ചെയ്യും. അത് ഒരു എൻ്റർപ്രണർഷിപ്പിലും അതുപോലത്തെ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്വാളിറ്റിയാണത്. നമുക്ക് നമ്മളെ ഡേ ഡിസൈൻ ചെയ്യാനും നമ്മളെ ഡേ കൺട്രോൾ ചെയ്യാനും നമ്മളെ ബോഡിനെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് വേണം. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ഒരാൾ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സബ് കോൺഷ്യസ്ലി ഒരാൾ മനസ്സിലായോ? അപ്പോൾ എനിക്ക് പറയാനുള്ള അഡ്വൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, യെസ്, ദ മോസ്റ്റ് അട്രാക്റ്റീവ് ഫിസിക് ഫോർ വുമൻ അല്ലെങ്കിൽ ഗേൾസ് അട്രാക്റ്റീവായിട്ട് ഫൈൻഡ് ചെയ്യുന്ന ഫിസിക്ക് എന്ന് പറയുന്നത് ഹണ്ടർ ഗ്യാദറർ അല്ലെങ്കിൽ അത്ലറ്റിക് അല്ലെങ്കിൽ ആസ്തെറ്റിക് അല്ലെങ്കിൽ മൂവി സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ഫിസിക്ക് എന്ന് പറയുന്ന വി ടൈപ്പ് ഷേപ്പുള്ള, ഷോൾഡർ ഏകദേശം ഒരു 1.5-1.6 ഓഫ് ദ വേസ്റ്റിൻ്റെ അത്രയും വെടുത്ത് വരുന്ന രീതിയിലുള്ള സ്ട്രോങ് ആംസും ലീൻ ആയിട്ടുള്ള ഫിസിക്കാണ്. അപ്പോൾ ഇതൊരിക്കലും ഗേൾസിന് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ആളെ മുമ്പിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ടോ ചെയ്യുന്നതിൻ്റെ പകരം നിങ്ങളെ ലൈഫ് ലോങ്ങിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കോൺഫിഡൻസും നിങ്ങളെ ഡിസിപ്ലിനും നിങ്ങൾക്ക് നിങ്ങളോടുള്ള റെസ്പെക്റ്റും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുക. ആസ് എ ബോണസ് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. ഇങ്ങനെയാണ് ഞാൻ ഇതിനെ അപ്രോച്ച് ചെയ്യൽ. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. നിങ്ങൾക്ക് ആസ്തെറ്റിക് ബോഡി എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഇവിടെ കൊടുക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.